ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എങ്ങനെ ഒരു ബൂട്ടബിൾ USB ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇത് ചെയ്യാൻ അറിയാവുന്നവരുണ്ടാവും, അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ, കാണണ്ട. അറിയാത്തവരുണ്ടാവും, അവർക്കായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബൂട്ടബിൾ USB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊരു CD ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മിക്ക കമ്പ്യൂട്ടറുകളിലും DVD ഡ്രൈവ് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ OS ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പെൻ ഡ്രൈവ് ബൂട്ടബിൾ ആക്കിയിട്ട് അതിൽ വിൻഡോസിൻ്റെ OS അല്ലെങ്കിൽ ലിനക്സിൻ്റെ OS ചെയ്തിട്ട് നമുക്കത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഒരു പെൻ ഡ്രൈവിൽ എങ്ങനെ വിൻഡോസിൻ്റെ ISO ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഉപകാരപ്പെട്ടേക്കും. മിനിമം ഒരു 8 GB പെൻ ഡ്രൈവ് വേണം. ഞാനിന്നിവിടെ ഒരു 32 GB പെൻ ഡ്രൈവാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കത് CPU ബാക്കിൽ കണക്ട് ചെയ്യാം. ഇനി ആ പെൻ ഡ്രൈവ് നമുക്കൊന്ന് ഫോർമാറ്റ് ചെയ്യാം. അത് ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമാൻഡ് വഴി ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. അതിനായിട്ട് വിൻഡോസ് കീയും 6 പ്രസ് ചെയ്യുക. അപ്പോൾ വന്നിരിക്കുന്ന ഈ റണ്ണിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ വരുന്ന ഈ കമാൻഡ് ബോക്സിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നുണ്ടാകും, ഈ ഡിസ്ക് 1 ആണ് പെൻ ഡ്രൈവ്. അതുകൊണ്ട് അടുത്ത കമാൻഡ് സെലക്ട് ഡിസ്ക് 1 എന്ന് കൊടുക്കണം. ഇനി ഇത് 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ആ ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കമാൻഡ് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്ത വിൻഡോസ് ISO നമുക്ക് ഈ പെൻ ഡ്രൈവിലോട്ടൊന്ന് കോപ്പി ചെയ്തിടാം. അത് കോപ്പിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബൂട്ടബിൾ ആയോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആ കണക്ട് ചെയ്ത പെൻ ഡ്രൈവ് ഊരിയെടുക്കുക. ആ ഊരിയെടുത്ത പെൻ ഡ്രൈവ് നമുക്കിനി ഒന്നുകൂടി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ആ പെൻ ഡ്രൈവിൻ്റെ ഐക്കൺ മാറിയിട്ട് അവിടെ വേറൊരു ഐക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പെൻ ഡ്രൈവ് ഇപ്പോൾ ബൂട്ടബിൾ ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.